ഹലോ ഹായ്, എല്ലാവർക്കും Capsicum ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് ജാം ഉണ്ടാക്കി നോക്കിയാലോ. ഇപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ സീസണായിട്ടുള്ള സമയമല്ലേ, അപ്പം നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ട് തന്നെ നമുക്കൊരു ജാം ഉണ്ടാക്കി നോക്കാം. പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളൊക്കെ ഞങ്ങൾക്ക് മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് സ്വീറ്റ് ജാം ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു 10-11 പാഷൻ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു കപ്പെങ്കിലും ജ്യൂസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അതിനെ മുറിച്ച് നമുക്ക് അതിനകത്തുള്ള പൾപ്പ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ പൾപ്പെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അതിൻ്റെ ജ്യൂസ് നമുക്ക് അടിച്ചെടുക്കാം. അതിൻ്റെ അരിയൊന്നും അരഞ്ഞു പോകാതെ വേണം ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. അടിച്ചെടുത്തിട്ട് ഞാനൊരു അരിപ്പയിൽ നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഈ ഒരു കപ്പിന് ഒരു കപ്പോളം ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കപ്പിൻ്റെ അളവിൽ തന്നെ നമുക്ക് ഒരു കപ്പ് പഞ്ചസാര കൂടി നമുക്ക് എടുക്കാം. നമുക്ക് 2 ഗ്രാമ്പ് കൂടി നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് അതിലേക്കൊരു പാൻ വെക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ 2 ഗ്രാമ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഗ്രാമ്പ് ഇടുന്നത് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് അവോയ്ഡ് ചെയ്യുന്നവർക്ക് അവോയ്ഡ് കൂടി ചെയ്യാം. ഇത് അത്യാവശ്യമുള്ള സ്റ്റെപ്പല്ല, എങ്കിലും അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി 2 ഗ്രാമ്പ് ചേർക്കുന്നത് നല്ലതാണ്. നല്ല പോലെ തിളച്ച് ഇതിൻ്റെ ഒരു വെള്ളമെല്ലാം വറ്റി ഒരു സ്റ്റിക്കി പരുവമാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലപോലെ സ്റ്റിക്കി പരുവമാവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്കൊരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ദേ ഇവിടെ നമുക്ക് ആയിട്ടുണ്ട്. എടുത്തിങ്ങനെ നമ്മൾ കൈകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ നൂൽ പരുവത്തിൽ നമുക്ക് കിട്ടും. ആ സമയത്ത് നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് പതയുണ്ട്, നമുക്കത് തണുത്ത് കഴിയുമ്പോഴേക്കും ആ പതയെല്ലാം ഒന്ന് അടങ്ങും. അതുപോലെ തന്നെ ഒരു ലൂസ് പരുവത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. തണുക്കുമ്പോൾ അതിൻ്റെ ഒരു ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ അത് തനിയെ ആയിക്കോളും. അപ്പോൾ നമുക്കിത് ആറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മുടെ സ്വീറ്റി ആയിട്ടുള്ള ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഈ ജാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം. അതുമാത്രമല്ല, ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.